ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആപൽക്കരമായ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തരുതെന്ന് സൗഹൃദം സെന്റർ അമ്പളി ഭവനിൽ നടത്തിയ പൂരവിരുന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. ദേവാലയാഘോഷങ്ങൾ പാരമ്പര്യത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ സാമൂഹ്യ വിരുദ്ധമാകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രശസ്ത സിനി സീരിയൽ നടി സി രമാദേവി ഉദ്ഘാടനം ചെയ്തു. കലാ-സാംസ്കാരിക ഉന്നമനത്തിന് ഉതകുന്നതാകണം ആഘോഷ പരിപാടികളെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സംഘടന ആണ് ഇത് പരിപാടി സൗഹൃദം ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ സൗഹൃദത്തിൻ്റെ ഒരു കുടുംബാംഗമാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷനായ രീതിയിലിരിക്കുന്ന സാർ നേരത്തെ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു വേണം. കലാ-സാംസ്കാരിക മേഖലയിൽ വെള്ളനാട് താലൂക്കിൽ എന്ന് തന്നെ പറയാം, ഇത്രയ്ക്കധികം വിവിധ തരത്തിലുള്ള മഹനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റൊരു സംഘടന ഈ വെള്ളനാട് താലൂക്കിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അറിവിൽ അതിപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ ഇതിനോട് കിടപിടിക്കാവുന്ന ഒരു സംഘടനയായി നിലകൊള്ളുന്നത് വെള്ളിനീക്കടുത്ത കാവ്യങ്ങളുടെയും കലാസമിതി എന്ന ഒരു സംഘടനയാണ്. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് സാമൂഹ്യപരമായ ഉന്നമനത്തിന് ഉതകുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ക്ഷേത്രാഘോഷങ്ങളും ദേവാലയ ആഘോഷങ്ങളും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും കലാപരമായും ജനങ്ങളുടെ ഉന്നമനത്തിന് ഉതകത്തക്ക രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ ഭീതി ജനിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും ഭീകരമായ പ്രവൃത്തികൾ അവിടെ നടത്തുക എന്നുള്ളതല്ല ഒരു ആഘോഷത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. സൗഹൃദം സെന്റർ മികച്ച കലാപ്രതിഭകൾക്ക് നൽകുന്ന കീർത്തിമുദ്ര അവാർഡ് പ്രശസ്ത നർത്തകി രമ്യ ബിനീഷിന് അദ്ദേഹം സമ്മാനിച്ചു. കാവ്യപ്രതിഭാ പുരസ്കാരം നൽകി കവികളായ ടി.ആർ. വേലു, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക, ജോസ് ഗാന്ധിയൻ എന്നിവരെ തദവസരത്തിൽ ആദരിച്ചു. കുറ്റിപ്പുഴ രവി, കെ.എ. ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. ആഘോഷങ്ങളും സാമൂഹ്യ സാംസ്കാരിക ഉന്നമനവും എന്ന വിഷയത്തിൽ പ്രൊഫസർ വി.പി. ജോൺസ് മുഖ്യപ്രഭാഷണം ചെയ്തു. അധികാരവും ജനഹിതങ്ങളും പലപ്പോഴും മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് ടി.എസ്. മായാദാസ്, അബ്രഹാം കൂള എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അവാർഡ് ജേതാക്കളായ രമ്യ ബിനീഷ്, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക, ടി.ആർ. വേലു, ജോസ് ഗാന്ധിയൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന കവിയരങ്ങും വിവിധ കലാപരിപാടികളും കവയത്രി സ്വപ്നശ്രീ ഉദ്ഘാടനം ചെയ്തു. പി.ജി. പുതുരുത്തി, നസീർ സീനാലയം, പി.ബി. രമാദേവി, കൃഷ്ണകുമാർ കൊടുമ്പ്, ശ്രീലത കാഞ്ഞിരക്കോട്, നിർമ്മല കോലഴി, കമലം പനങ്ങാട്ടുകര, നിഖിൽ വി.എം. എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഭാനുമതി ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക എന്നിവർ അവതരിപ്പിച്ച ശങ്കരനായാടി നാടൻ കലാപ്രകടനവും രവീന്ദ്രൻ ഇരിഞ്ഞാലക്കുടയുടെ ഭക്തിഗാനങ്ങളും ശ്രദ്ധേയമായി. നീതു മോഹന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ടി.എൻ. നമ്പീശൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ.എച്ച്. സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.